ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. അപ്പം ദിവസത്തിൻ്റെ ഫുൾ വീഡിയോ ഒന്നുമില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ പെട്ടെന്ന് DYFIൻ്റെ അവർ വന്നിട്ട് പറഞ്ഞു 2 പൊതിച്ചോറ് നാളത്തേക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്നായതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യം തന്നെ പുളിങ്കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളരിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളരി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം 2 വിസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കേബേജാണ് വറവിന്. അപ്പോൾ കേബേജ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഉമ്മ എന്ത് ചെയ്തു, തേങ്ങയും ജീരകവും പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പ് ഇതിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതും കൂടി ഗ്യാസ് സ്റ്റോപ്പിൽ ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ട് അത് വറക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഉള്ള സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് DYFIൻ്റെ ഒരു 2-3 മാസം കൂടുമ്പം ഒരിക്കൽ വന്നിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലും കിടക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊതിച്ചോറ് അവർ കൊണ്ടുപോകുക. ഒരു നല്ല കാര്യമാണ്. എനിക്ക് പറ്റുന്നത്ര ഞാൻ അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പക്ഷേ ഇന്നലെ പെട്ടെന്നായതുകൊണ്ട് പിടി പോവാനും ഒന്നിനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ മത്തി ഉണ്ടായിരുന്നു. ഇനി നമുക്കത് മത്തി പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചെറിയൊരു മൺചട്ടിയിലോട്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ച മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉമ്മ മത്തിയെല്ലാം മുറിച്ച് വരയിലിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നന്നായിട്ട് ഒന്ന് പരക്കിയിട്ട് ഒരു 1/4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കും നമ്മളെ മത്തിയിലോട്ട് എന്ത് ചെയ്യും, ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ട് എന്ത് ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മളെ കുക്കർ 2 വിസിലെല്ലാം വന്നിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓർമ്മയില്ലാണ്ട്. അപ്പോൾ നമ്മളെ വെള്ളരി വേവാനില്ല വെള്ളമല്ല, അതിലും കൂടുതൽ വെള്ളം. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷം നമ്മളെ തേങ്ങയും ഇതിൻ്റെ അകത്ത് ഞാൻ ഉള്ളിയും പച്ചമുളകും കുറച്ച് ജീരകവും കൂട്ടിയിട്ട് കട്ടിയിൽ അരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വെള്ളരി വേവിച്ചതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മോരും കൂടി ഒഴിച്ചു കൊടുക്കണം, എന്നാലല്ലേ പുളിങ്കറിയാവും. അപ്പം പുളിങ്കറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എരിവും ഉണ്ടാവും, എന്നാൽ കാണാൻ എരിവ് കാണുകയും ചെയ്യില്ല. എന്താ വെച്ചാൽ മുളക് പൊടിയൊന്നും ഇടാണ്ടല്ലേ നമ്മൾ കറിയാക്കുന്ന, പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ്, നല്ല പുളിയും ഉണ്ടാവുക. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ഈ മോര് മിക്സീൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ കുലുക്കിയിട്ടാക്കിയതിന് ശേഷം ഈ മോരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് മത്തി പൊരിച്ചെടുക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മത്തി കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ മത്തി ഇങ്ങനെ നിരക്ക വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മത്തി പൊരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ചെയ്യലുണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. മത്തിയെല്ലാം ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ നാട്ടിൽ ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും നാട്ടിൽ DYFIൻ്റെ അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയലേ കൊടുക്കലുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇടയ്ക്ക് ചായ കുടിക്കൽ. രാവിലെ എഴുന്നേറ്റപാട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപാട് ആ ചായ കുടിക്കുന്ന പരിപാടി നമുക്കില്ല. എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും എന്താ പറയല് ചായയുമാണ് ഒപ്പരാന്ന് നമ്മൾ കുടിക്കൽ. കാലിച്ചായ കുടിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ ചായയിലും കുടിച്ചതിന് ശേഷം പുട്ടും പഴവുമാണ് ഉണ്ടാക്കിയത്. അതിന് ശേഷമാണ് നമ്മൾ വാഴയില പറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ രാവിലെ ഒരു 10:30 മണിയാകുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അതുകൊണ്ട് ഞാൻ ഉള്ളതെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒരു പൊതിച്ചോറാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയില കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ബാക്കിയില്ല ചോറും കറിയും പൊരിച്ചമീനും അച്ചാറും ഇട്ടിട്ട് നന്നായിട്ട് പാക്കറ്റ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ നാജിയ പറഞ്ഞ് എനിക്കും കൂടി അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഓക്കും വാഴയിലയിൽ ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ നാജിയാക്കും കൂടി ആക്കിയിട്ട് 3 പൊതിച്ചോറാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിമ്മിന് പോകലുണ്ട്. അപ്പം യോഗ ക്ലാസ്സും ജിമ്മും രണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇവർ പൊതിഞ്ഞു
കൊടുക്കൽ റെഡി ആവില്ല. നാജിയാക്കൊന്നും ഇലയിൽ അങ്ങനെ പൊതിഞ്ഞിട്ട് ഇടാൻ, ചോറ് ഇട്ട് കൊടുക്കാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം പൊതിഞ്ഞ് വെച്ച് എന്താ പറയല് പാക്കാക്കിയതിന് ശേഷമാണ് ഞാനങ്ങ് പോയത്. അപ്പം നമ്മൾ കാബേജ് വറവും മത്തി പൊരിച്ചതും പിന്നെ അച്ചാറും ഇട്ട് കൊടുത്തു. പിന്നെ വേറെ തന്നെ പാക്കറ്റ് അവർ കൊണ്ടുതരും. ആ പാക്കറ്റിലാണ് നമ്മൾ കറിയാക്കി കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം അപ്പം നാജിയാൻ്റെതും കൂടി ഞാനിങ്ങനെ പൊതിഞ്ഞ് പാക്കറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നാജിയാക്കും ഉമ്മാക്കും ഇങ്ങനെ ഒരു ഇലയിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ എന്തെങ്കിലും ആയിപ്പോയിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തമായിട്ട്. പിന്നെ ഇതിന് ശേഷം ജിമ്മിന് പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ എന്താ പറയൽ ഭക്ഷണമെല്ലാം കഴിച്ച് ഒന്ന് പയ്യന്നൂരും പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ. പിന്നെ അവർ 2 പാക്കറ്റ് വേറെ തന്നെ തരുവേ. കറി എല്ലാം കൂടി മിക്സ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് കറി വേറെ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് തരും. ആ ഒരു പാക്കറ്റിലാണ് നമ്മൾ കറി ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കറി റബ്ബർ ബാൻഡും തരും. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കലാന്ന്. അപ്പം ഇതൊരു നല്ല കാര്യമാണ്. നമ്മൾ എന്താ പറയല് ഹോസ്പിറ്റൽ കേസിലെല്ലാം പെട്ടെന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കിട്ടാണ്ട് ഇങ്ങനെ ഒന്നെങ്കിൽ പൈസ എത്താത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് അഡ്മിറ്റ് ആക്കിയിട്ട് എന്താ പറയല് അവർക്ക് വാങ്ങിക്കാനില്ല പൈസ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം എന്താ പറയല് ഇങ്ങനെ DYFIൻ്റെ അവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അപ്പോൾ നല്ലൊരു കാര്യമാണ് ഇത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആവുന്നത്, ഒരുപാട് വേണ്ട, നമുക്കാവുന്നത് കൊടുക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറെല്ലാം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് നാജിയാക്കും പയ്യന്നൂർ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും നാജിയും കൂടി പയ്യന്നൂർ പോയി സാധനമെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ എന്താണ് ഇവാന് 2-3 ഡ്രസ്സും നാജിയാക്ക് എന്തോ ഒരു കാര്യം അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. കൂടുതൽ വീഡിയോ ആയിട്ട് നെക്സ്റ്റ്